ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കോഴിക്കോട് നിന്നുള്ളത് തന്നെയാണ്. നമ്മൾ അതിലേക്കാണ് ആദ്യം പോകുന്നത്. AK അഭിലാഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ അഭിലാഷ് ചേരുന്നതും എന്താണിപ്പോൾ സാഹചര്യം എന്ന് നമുക്കൊന്ന് നോക്കാം. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഏറെ ഭീതിയോടെയാണ് ഇന്നലെ നമ്മൾ ആ വാർത്ത കേട്ടത് തന്നെയും. ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. ഈ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം സാധാരണ നിലയിലായിട്ടുണ്ടോ? ഒപ്പം തന്നെ ഈ പൊട്ടിത്തെറിയിലും പുക ഉയർന്നതിലുമൊക്കെ ഇനിയും ഒരു വ്യക്തത വരാനുണ്ടല്ലേ? അതെപ്പോൾ വരും ഒരു വ്യക്തത? തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഈ PMSI എന്ന് പറയുന്ന ഈ ബ്ലോക്ക്, കാഷ്വാലിറ്റി ബ്ലോക്ക് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. 7 നിലകളുള്ള ബ്ലോക്കാണ്. ഇതിൻ്റെ 3ാം നില വരെ ഇന്നലെ പുക വന്നിരുന്നു. അതായത് ഇന്നലെ ഏതാണ്ട് 7:40 കൂടിയാണ് ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും അതിനുശേഷം മുഴുവനായിട്ട് പുക പടരുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു തീപിടുത്തമാണ് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കിയത്. പക്ഷേ പുക മാത്രമായിരുന്നു. അതോടൊപ്പം തന്നെ പൊട്ടിത്തെറി, വലിയ ശബ്ദത്തോടു കൂടി തന്നെയുള്ള പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഇത് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന രോഗികളെ മറ്റ് വാർഡുകളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും ഒക്കെ മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ICUവിൻ്റെ പ്രവർത്തനവും ഈ സർജറി വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ് കാഷ്വാലിറ്റി സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരെയും അങ്ങോട്ട് മാറ്റി അവിടെ പരിചരണത്തിലുള്ള സൗകര്യം ഒരുക്കുമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് തന്നെ ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഇത് സംബന്ധിച്ച് ഇന്നലെ 5 പേരുടെ മൃതദേഹങ്ങൾ ഇവിടുന്ന് മാറ്റിയിരുന്നു. അതെന്താണ് കാരണം, അവരുടെ മരണകാരണം എന്താണ് എന്നുള്ള കാര്യത്തിലാണ് ഇനിയൊരു സ്ഥിരീകരണം വരേണ്ടത്. കാരണം ഇന്നലെ തന്നെ ആശുപത്രിയുടെ ഭാഗത്ത് പറയുന്നത് അത് സ്വാഭാവികമായിട്ടുള്ള ഗുരുതരമായ അവസ്ഥയിൽ വന്നിരുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായുള്ള ഒരു മരണമായിരുന്നു അവർക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. പക്ഷേ സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഇത് സംബന്ധിച്ച് ഈ പുക ഉയരുകയും അതോടൊപ്പം തന്നെ ഇവിടേക്ക് മാറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു മരണമുണ്ടായത് എന്നുള്ള കാര്യം അദ്ദേഹവും പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ദുരൂഹതയുണ്ട്. ഏതായാലും ഈ സംബന്ധിച്ചുള്ള പോസ്റ്റ്മോർട്ടം അടക്കം നടത്തിയാൽ മാത്രമേ ഈ കാര്യത്തിൽ എന്തെങ്കിലും കൃത്യമായ വിശദീകരണം ലഭ്യമാകൂ എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ആശുപത്രി ബ്ലോക്കിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇവിടെ ഒരു കാഷ്വാലിറ്റി വണ്ടിയർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത് പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിന്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ? ഈ ഇന്നലുണ്ടായ ഒരു വല്ലാത്തൊരു ദാരുണമായ സംഭവമാണല്ലോ. ആ സംഭവത്തിൽ ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ എന്നുള്ളത് അറിയണ്ടേ? കാരണം എന്താ, നിങ്ങൾ ഹോസ്പിറ്റലായതുകൊണ്ട് ഈ പുകയാണല്ലോ വന്നത്. അപ്പോൾ അതിൻ്റെതായിരിക്കുന്ന പ്രയാസങ്ങൾ ഒന്ന് ക്ലിയർ ആയതിന് ശേഷം തുറക്കാമെന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഫയർഫോഴ്സ് വെള്ളമടിച്ചുകൊണ്ട് തന്നെ താഴത്തെ നിരയിലൊക്കെ വെള്ളം കയറുകയും ഉപകരണങ്ങളൊക്കെ കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ കേടുവരുന്ന സാധനങ്ങൾ ഫയർഫോഴ്സിൻ്റെ വെള്ളം അടിയിലാണല്ലോ. അപ്പോൾ അതിന് അത്ര വലിയ സാധ്യതകളില്ല. പിന്നെ അത് പെട്ടെന്ന് തന്നെ കുറയുന്നൊരു സംഭവമാണല്ലോ. മറ്റൊരു അഭ്യൂഹം പ്രചരിക്കുന്നത് ഇന്നലെ CT യൂണിറ്റിന് ചില തകരാറുണ്ടായിരുന്നു. ആ തകരാറ് വൈകുന്നേരത്തോടു കൂടിയാണ് പരിഹരിച്ചത്. 7 മണിയോട് കൂടിയാണ് പരിഹരിച്ചത്. അതിനുശേഷം 7:40 കൂടിയാണ് ഈ MRI യൂണിറ്റിൽ ഇത്തരത്തിൽ സെർവർ യൂണിറ്റിൽ ഇത്തരത്തിൽ പോയി വരികയും പൊട്ടിത്തെറി ഉണ്ടാവുകയും ഒക്കെ ചെയ്തു എന്നുള്ളൊരു ആരോപണം ഉയരുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യം നമുക്ക് മനസ്സിലായില്ല. കാരണം നമ്മളിവിടെ ഈ കാഷ്വാലിറ്റി വളണ്ടിയറായിട്ട് സേവനം ചെയ്യുന്ന ആളുകളാണല്ലോ. അപ്പോൾ അങ്ങനെ അതോടനുബന്ധിച്ചുള്ളൊരു സംഭവമാണ് നമുക്ക് തോന്നുന്നില്ല. കാരണം എന്നുണ്ടെങ്കിൽ അതും ഇതുമായിട്ട് എങ്ങനെ ബന്ധം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഇത് ആധുനികമായി സജ്ജീകരിച്ചിരിക്കുന്ന കെട്ടിടമാണ്. 2 വർഷം മാത്രമായിട്ടേ ഉള്ളൂ. അപ്പോൾ അതിന് വയറിംഗ് ഒക്കെ ഷോർട്ട് സർക്യൂട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? അത്രയൊരു സംശയം അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം അത് അതിൻ്റേതായിരിക്കുന്ന ബന്ധപ്പെട്ടവർ പറയേണ്ടതാണല്ലോ. നമ്മളിവിടെ ഈ പേഷ്യൻറ്റിനെ സഹായിക്കുക എന്നുള്ളതാണല്ലോ നമ്മളുടേതായ ഉത്തരവാദിത്വം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്നലെ ഉണ്ടായ ദാരുണ സംഭവത്തിൽ ആ സംഭവത്തിൻ്റെ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് ഇതിന് എന്തെല്ലാം നമ്മുടേതായിരിക്കുന്ന പങ്ക് നിർവഹിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ആ കാര്യങ്ങളാണ് ചെയ്തത്. 5 പേരുടെ മൃതദേഹം മോർച്ചറിലേക്ക് മാറ്റിയിട്ട് അത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുമോ? എന്താ വിവരമുണ്ടോ? അല്ല, അത് നമ്മളിൽ പരിധിയിൽപ്പെട്ട കാര്യമല്ല. ഏതായാലും ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. കാരണം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടതുണ്ട്. ബന്ധുക്കൾ അത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മരണകാരണം സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. ഏതായാലും മെഡിക്കൽ ബോർഡ് ഇന്ന് ചേരുന്നുണ്ട്. മെഡിക്കൽ ബോർഡ് ചേർന്നതിന് ശേഷമായിരിക്കും ഈ കാര്യത്തിൽ ഒരു തീരുമാനം. അതോടൊപ്പം തന്നെ ബന്ധുക്കളുമായി ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ വിഭാഗത്തിൻ്റെ പരിശോധന കൂടി നടക്കും. കാരണം ഇന്നലെ ഇതുമായി സംബന്ധിച്ച് CT യൂണിറ്റിൽ ചില തകരാറുണ്ടായിരുന്നു. ആ സ്കാനിങ് യൂണിറ്റിൽ പ്രശ്നങ്ങൾ വൈകുന്നേരത്തോടു കൂടി പരിഹരിച്ചു. അതിനുശേഷമാണ് ഏതാണ്ട് MRI യൂണിറ്റിലെ സെർവർ യൂണിറ്റിൽ ഇത്തരത്തിൽ പുകയുയരുകയും അതോടൊപ്പം തന്നെ പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. പ്രധാനമായും പുതിയൊരു ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഉപകരണങ്ങളൊക്കെ വളരെ പുതിയതും അത്യാധുനികമായ ഉപകരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിൻ്റെ പരിശോധനയിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ്
എന്നാണ് നമുക്ക് അറിയുന്നത്. അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പും ഇക്കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെഡിക്കൽ ബോർഡ് ഡയറക്ടറോട് തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണം ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ തേടിയിട്ടുണ്ട്. ഇക്കാര്യത്തിലും അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ ഇത്രയും ആധുനികമായ എല്ലാ സൗകര്യങ്ങളുമുള്ള ഇത്തരത്തിലുള്ള ബ്ലോക്കിൽ എങ്ങനെ തീപിടുത്തമുണ്ടായി, അല്ലെങ്കിൽ തീപിടുത്തമുണ്ടായി കഴിഞ്ഞാൽ അത് എങ്ങനെ ഇത് സംബന്ധിച്ച ചികിത്സ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആശങ്കകളാണ് ഇപ്പോഴും തുടർന്ന്. അക്കാര്യത്തിലൊക്കെ വിശദീകരണം ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ വണ്ടിയർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇവിടെയുള്ള മെഡിക്കൽ ഉപകരണങ്ങൾക്കൊന്നും കേടുപാടുകൾ സംഭവിക്കുകയോ വെള്ളം കയറാനുള്ള സാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രധാനമായും താഴത്തെ നിലയിൽ മാത്രമാണ് ഇത്തരത്തിൽ വെള്ളം അടിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മുകൾ ഭാഗത്തുള്ള ഉപകരണങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള കേടുപാടുകളും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും ഈ കാര്യങ്ങളിലൊക്കെ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. ആ പരിശോധന നടത്തുകയും ടെക്നിക്കലായുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തതിന് ശേഷം മാത്രമേ ഈ ബ്ലോക്കിൻ്റെ പ്രവർത്തനം പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ബീച്ച് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൻ്റെ യൂണിറ്റ് തുറന്നിട്ടുണ്ട്. ഇവിടെയുള്ള ഡോക്ടർമാരെ അങ്ങോട്ട് മാറ്റി അവിടെ ചികിത്സാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മറ്റൊന്ന് ഇവിടെയുള്ള ഈ സർജറി വിഭാഗത്തിലുള്ള ഈ തിയേറ്ററുകളൊക്കെ അടച്ചിരിക്കുകയാണ്. ഏതായാലും മറ്റ് സ്ഥലങ്ങളിൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ആശുപത്രികളുമായി ബന്ധപ്പെട്ട് 14ഓളം ഈ ശസ്ത്രക്രിയാ യൂണിറ്റുകൾ പ്രവർത്തനം ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.